والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك وبحق جاهك إنني لك مغرم والله يعلم أنني أهواك يا رب صل على النبي محمد منجي الخلائق من جهنم فيه غدي. പരിശുദ്ധമായ ഖസീദത്തുൻ നുഅ്മാനിയ ഇമാമുൽ അഅ്ലം വൽ അഖ്ദം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രചിച്ച മഹത്തായ കാവ്യം. അല്ലാഹു തആല മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ ഇൽമു കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ ഈമാനും തഖ്വയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൽബ് നിറയെ നിഷ്കളങ്കമായ മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു മഹബ്ബത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വിശാലമായ ആമുഖത്തിലേക്കൊന്നും തന്നെ കിടക്കാതെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 2 വരി ഖസീദത്തുൻ നുഅ്മാനിയ അതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഇന്നത്തേത് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇത് 3ാമത്തെ ക്ലാസ്സാണ് നമ്മുടേത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഓതിയ മഹത്തായ ആ വരികൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരൊറ്റ വരിയാണ് നമ്മൾ പറഞ്ഞത്. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദ അർജു റിളാക വ അഹ്തമി ബിഹിമാക. അതിൻ്റെ അർത്ഥങ്ങളും നമ്മൾ വിശദീകരിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു. ഇന്ന് 2ാമത്തെ വരി, വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങള് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ്, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. യാ ഖൈറൽ ഖലായിഖി, ഖൈറൽ ഖലായിഖ്, ഖലായിഖ് എന്ന് പറഞ്ഞാൽ സർവ സൃഷ്ടികളിലും ശ്രേഷ്ഠരായവരെ, സർവ സൃഷ്ടികളിലും ശ്രേഷ്ഠരായവരെ. ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവൂല. ചിന്തിച്ചവർ ഉണ്ടാകും, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. എന്താണ് ആ പറഞ്ഞ വാക്ക്? സർവ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവരെ. സൃഷ്ടി ശ്രേഷ്ഠർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവരെ. വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നലി തീർച്ചയായും ഈ വന്ന പതികനായ, അല്ലെങ്കിൽ ഈ റൗളയിലേക്ക് വന്നു നിൽക്കുന്ന സാധുവായ എനിക്ക് ഉണ്ട്, ഇന്നലി എനിക്കുണ്ട്, ഖൽബൻ ഒരു ഹൃദയമുണ്ട്. എങ്ങനത്തെ ഹൃദയമാണ്? മശൂഖൻ വല്ലാതെ ഇഷ്ക് വയ്ക്കുന്ന, വല്ലാതെ പ്രേമിക്കുന്ന, പ്രിയം വയ്ക്കുന്ന, വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. ലാ യറൂമു സിവാക, അങ്ങയല്ലാതെ ലക്ഷ്യം വെച്ചു വന്ന ഈ എനിക്ക് തങ്ങളെ മാത്രം പ്രിയം വയ്ക്കുന്ന, ഇഷ്ക് വയ്ക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. ഇത് യഥാർത്ഥ ഒരു പ്രേമി, ആ പ്രേമിയുടെ ഖൽബ് നോക്കി കാണാൻ പറ്റുന്ന പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്. കള്ളമാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ.
അറിയാൻ കഴിയും എന്ന വിശ്വാസമുള്ളവരാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ പിന്നെ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ വാക്ക് കൽബ് നിറയെ ഇഷ്കുമായിട്ട് തന്നെയാണ് വന്ന് പറയുന്നത്. വല്ലാഹി, പടച്ചവനെ തന്നെയാണ് സത്യം. യാ ഖൈറൽ ഖലായിഖി, ഓ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവരെ, ഇന്നലീ, തീർച്ചയായും എനിക്കുണ്ട്, ഖൽബൻ മശൂഖൻ, ഇഷ്ക് കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം എനിക്കുണ്ട്. എൻ്റെ ഹൃദയത്തിൽ മുഴുവനും തങ്ങളാണ്. മുത്തുനബിയെ, തങ്ങളോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടവുമായിട്ടാണ് ഞാൻ വന്നു നിൽക്കുന്നത്. ലാ യറൂമു സിവാക, തങ്ങളെയല്ലാതെ. കാരണം കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഞാൻ വന്നത് ജിഅ്തുക ഖാസിദ അർജു, ഞാൻ കൊതിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത്, അർജു, ഞാൻ കൊതിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത്, റിദാക വ അഹ്തമി ബിഹിമാക, തങ്ങളുടെ തൃപ്തിയും തങ്ങളുടെ കാവലും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നു നിൽക്കുന്നത്. ആ വന്ന പതികനാകുന്ന എൻ്റെ കൽബിൽ നിറയെ തങ്ങളെ, തങ്ങളോടുള്ള ഇഷ്ക് മാത്രമാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്നേഹം യാഥാർത്ഥ്യമാണ് എന്ന് തുറന്ന് പറയുകയാണ്. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തുറന്ന് പറയണമെന്നാണ്. നമുക്കൊരാളോട് സ്നേഹമുണ്ട്, ആ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. ആ സ്നേഹം തുറന്നു പറയുകയും ആ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുകയും വേണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഇവിടെ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നത്. ഖൽബ് നിറയെ തങ്ങളെ, തങ്ങളോടുള്ള ഇഷ്ക്, തങ്ങളോടുള്ള പ്രണയമാണ്. നമ്മൾ ഏതൊരു റബീഉൽ അവ്വൽ മാസം വരുമ്പോഴും കേൾക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെയും ഈമാനാവുകയില്ല. നിങ്ങളുടെ ഒരാളുടെയും ഈമാനാവുകയില്ല. നിങ്ങളുടെ ആരുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആകുന്നത് വരെ. എന്തിനേക്കാൾ? മിൻ വൽദിഹി വന്നാസി അജ്മഈൻ, അവന്റെ സ്വന്തം മക്കളെക്കാൾ, മറ്റ് മുഴുവൻ ജനങ്ങളെക്കാൾ, അവനുള്ള സർവ്വതിനെക്കാട്ടിലും അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആരായിരിക്കണം? ഞാനായിരിക്കണം. അങ്ങനെ ആകുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും ഈമാനാവുകയില്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സ്നേഹം, ആ നിറഞ്ഞ ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ ആ ഒരു സ്നേഹം, അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളതല്ല. ആ പൂർണ്ണമായ സ്നേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കണം. ബാക്കിയുള്ള സ്നേഹങ്ങളൊക്കെ മുറിഞ്ഞു പോകും. നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ മുറിഞ്ഞു പോകും, ഇല്ലേ? ഏറ്റവും കൂടുതൽ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ആ സ്നേഹം മുറിഞ്ഞു പോകൂലേ? മക്കളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം മുറിഞ്ഞു പോകൂലേ? വാപ്പയെ, ഉമ്മയെ, ഈ സ്നേഹങ്ങളൊക്കെ മുറിഞ്ഞു പോകും. എന്നാൽ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു സ്നേഹം, അത് ആരുടെ സ്നേഹമാണ്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, നമ്മൾ മങ്കൂസ് മൗലിദ് അതിൻ്റെ അകത്തൊരു വരി നമ്മൾ കേട്ടിട്ടില്ലേ? അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു. നമ്മൾ പറയുന്ന ഒരു വരിയല്ലേ? എന്താണ്? അന്ത ഉമ്മുൻ, തങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണോ? അം അബുൻ, അതോ വാപ്പയാണോ?
മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ വാപ്പയിലും ഉമ്മയിലും കണ്ടിട്ടില്ല, മാ റഅയ്നാ, ഞങ്ങൾ കണ്ടിട്ടില്ല, മിസ്ല ഹുസ്നിക, തങ്ങള് ഞങ്ങൾക്ക് ചെയ്തതുപോലത്തെ ഹുസ്ൻ, തങ്ങൾക്ക് ഞങ്ങളോടുള്ളതുപോലത്തെ ആ ഒരു ആഗ്രഹം, തങ്ങൾക്ക് ഞങ്ങളോടുള്ളതുപോലത്തെ ഒരു പ്രിയം ഞങ്ങളുടെ മാതാപിതാക്കളിൽ നോക്കിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. മിസ്ല ഹുസ്നിക ഖത്തു, തീരെ കണ്ടിട്ടില്ല. യാ ഖൈറൻ നബി, ഓ പ്രവാചകരിൽ ഖൈറായവരെ. നമ്മൾ ചൊല്ലാറില്ലേ, അതൊക്കെ കേവലം പാടിപ്പോകേണ്ടുന്ന വരികളല്ല, അതൊക്കെ കൽബിൽ തട്ടേണ്ടുന്ന വരികളാണ്. മാതാപിതാക്കൾ മക്കളെ തള്ളിപ്പറയും, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്ന കാലമാണ്, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന കാലമാണ്. എവിടെയാണ് സ്നേഹം യാഥാർത്ഥ്യമാകുന്നത്? മരിച്ചു കഴിഞ്ഞാൽ എത്രയോ ആളുകളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു, ആരോർക്കുന്നു? ആണ്ട് വരുമ്പോൾ ഓർക്കും അല്ലേ? എന്നാൽ മരിച്ചാലും എത്ര കാലം കഴിഞ്ഞിട്ടും നമ്മളെക്കുറിച്ച് ഓർക്കുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെസ്റ്റ് ചെയ്യുന്നു. നമ്മളെ അല്ലാഹുവിന്റെ റസൂൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. എപ്പോഴാണ്? എല്ലാ വെള്ളിയാഴ്ച രാവും എല്ലാ തിങ്കളാഴ്ച രാവും തുഅറദു അലയ്യ അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കാണുമ്പോൾ ഞാൻ ഹമിദുല്ലാഹ, അല്ലാഹുവിനോട് ഞാൻ ഹംദ് പറയും, അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നന്മയല്ലാത്ത മറ്റെന്തെങ്കിലും ആണെങ്കിലോ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോഴും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എങ്ങനായിരിക്കണം? അത് നിഷ്കളങ്കമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, ഖൽബ് നിറയെ മറ്റ് എന്തിനെക്കാട്ടിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, പാപ്പാക്ക് വേണ്ടിയിട്ടാണ്, ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്, ഭർത്താവിന് വേണ്ടിയിട്ടാണോ, അതോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ, മക്കൾക്ക് വേണ്ടിയിട്ടാണോ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? അതോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? വാപ്പാക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴും ഉമ്മാക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴും നമ്മുടെ ഭാര്യ, മക്കൾ, ഭർത്താവ് ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെലവഴിക്കുമ്പോഴും അവിടൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മൾ ചെലവഴിച്ചാൽ, ആ സമയം ചെലവഴിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഉമ്മാനെ സ്നേഹിച്ചത്, വാപ്പാനെ സ്നേഹിച്ചത്, മക്കളെ സ്നേഹിച്ചത്, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തത്, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തത്, എല്ലാം എൻ്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് തന്ന ആ രീതി, അത് പഠിച്ചിട്ടാണ്, അത് മുത്തുനബി തങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ടാണ്, മുത്തുനബിയെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആകുമ്പോൾ എന്താകും? നമ്മൾ ഭർത്താവിനെ സ്നേഹിച്ചതും, ഭർത്താവിന് വേണ്ടി സമയം ചെലവഴിച്ചതും, ഭാര്യയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചതും, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ സമയം ചെലവഴിച്ചത് അത് ഇബാദത്തായി മാറി. അത് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയായി, തങ്ങളെ അനുസരിക്കലായി. അപ്പോഴത് മഹബ്ബത്താണ്. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അതൊക്കെ മഹബ്ബത്താകണമെങ്കിൽ, അതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും പൊരുത്തപ്പെട്ടതും ആകണമെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്തുണ്ടാവണം? അള്ളാന്റെ റസൂലിന്റെ മാതൃക, അള്ളാന്റെ റസൂലിനെ അനുസരിക്കൽ എല്ലാം അതിൽ ഉണ്ടാകണം. ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവിന് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ആ ചെയ്ത് കൊടുക്കുന്നതൊക്കെ അള്ളാന്റെ റസൂലിന് പൊരുത്തപ്പെട്ട സംഗതിയാണോ? ഒന്ന് ചെക്ക് ചെയ്താൽ മതി.
അള്ളാന്റെ റസൂലിന് പൊരുത്തപ്പെടാത്ത എന്താ ഞാൻ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നത്? എൻ്റെ ഭർത്താവ് വന്നിട്ട് നരച്ച മുടി എന്നോടൊക്കെ പിഴുത് കളയാൻ വേണ്ടി പറയും. അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിഴുത് കളയണോ വേണ്ടേ? ഭർത്താവ് വന്നിട്ട് എന്നോട് പറയും, എടി ആ മുടി കറുപ്പിക്കുന്ന സാധനം എടുത്തിട്ട് നീ ഒന്ന് കറുപ്പിച്ച് തന്നാളാ. അപ്പോ ഭർത്താവ് ഇങ്ങനെ തല വെച്ച് തരും, ഭാര്യ ഇങ്ങനെ കറുപ്പിച്ചു കൊടുക്കലാ വേണ്ടത്? അല്ല അല്ല. ആ ഭാര്യ സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ അവൾ പറയും, പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാന്റെ റസൂല് വെറുത്ത സംഗതിയാണ്, ലഅനത്ത് ചെയ്ത സംഗതിയാണ്. നരച്ച മുടി പിഴുതുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് മുത്ത് നിബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിഴുത് തരാതിരിക്കലാണ് വേണ്ടത് എന്ന് പറയുന്ന ഭാര്യയാകണം നമ്മൾ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മുടി കറുപ്പിക്കാൻ വന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മുടി കറുപ്പിക്കാൻ പാടില്ല, വേണമെങ്കിൽ നരച്ചത് നിങ്ങൾ മൈലാഞ്ചി ഇട്ടോളിൻ, അല്ലാണ്ട് നിങ്ങൾ കറുപ്പിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാത്തൊരു സംഗതി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് പറയാൻ കഴിഞ്ഞോ? എന്നാൽ ആ ഭർത്താവിനോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. അപ്പോഴാണ് ഭർത്താവിനേക്കാൾ ആരെ സ്നേഹിക്കലാകുന്നത്? അള്ളാന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാകുന്നത്. ഇതേപോലെ മാതാപിതാക്കളാണെങ്കിലും എല്ലാ മക്കളാണെങ്കിലും അവരോടൊക്കെ മക്കളുടെ ഡ്രസ്സിങ്, അവരുടെ യാത്രകൾ, അവരുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ, ഇതിലൊക്കെ അള്ളാന്റെ റസൂലിന് പൊരുത്തപ്പെട്ട രീതിയും ശൈലിയും ആക്കിയെടുക്കൽ ഒരു ഉമ്മാന്റെ ബാധ്യതയാണ്, മാതാപിതാക്കളുടെ കടമയാണ്. അതിലേറ്റവും കൂടുതൽ റോൾ അലങ്കരിക്കേണ്ടത് ആരാണ്? ഉമ്മയാണ്. അപ്പോ ആ രൂപത്തിൽ മക്കളെ കടഞ്ഞെടുക്കുമ്പോ അത് അള്ളാന്റെ റസൂലിനെ അനുസരിക്കലായി. മക്കളെക്കാൾ അവിടെ പ്രാധാന്യം കൊടുത്തത്, മക്കളുടെ താല്പര്യത്തെക്കാൾ ആ ഉമ്മ മക്കളുടെ താല്പര്യത്തെക്കാൾ പരിഗണന കൊടുത്തത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾക്കും വാക്കുകൾക്കുമാണ്. അപ്പോഴാണ് മഹബ്ബത്ത് യാഥാർത്ഥ്യമാകുന്നത്. ഞാൻ ചുരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾ വിളിക്കുകയാണ്, നബിയെ, ഇന്നലി, തീർച്ചയായും അതെ എനിക്കുണ്ട്, ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക, തങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് വന്ന ഈ പതികൻ എൻ്റെ കൽബ് നിറയെ തങ്ങളോടുള്ള ഇഷ്കാണ് നബിയെ, പ്രേമമാണ് നബിയെ, തങ്ങളോടുള്ള ആഗ്രഹം നിറഞ്ഞ കൽബുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നബിയെ. അവിടെ രണ്ട് കാര്യങ്ങൾ ആ ഒരൊറ്റ വരിയിൽ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഖൈറൽ ഖലായിഖി, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരെ എന്ന ഒരു വിളി, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരെ എന്ന്. നമ്മൾ ഇതിന് ഈ ഖസീദത്തുൻ നുഅ്മാനിയ്യയ്ക്കൊക്കെ എത്രയോ ശേഷം വന്നതാണ് ഖസീദത്തുൽ ബുർദ. നമ്മൾ ആ ബുർദ പാടുമ്പോൾ ആ ബുർദയിലും നമുക്ക് ഒരു വരി കാണാം. എന്താണ് ആ വരി? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖസീദത്തുൽ ബുർദ അവിടുന്ന് രചിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഴുതി ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, ആ ഒരു വരി എവിടെ എത്തി? ഫമബ്ലഗുൽ ഇൽമി, ഇൽമിന്റെ വിഷയത്തില് പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേ അറ്റമാണ്. അതിനപ്പുറത്തേക്കൊരു ഇൽമു മറ്റാൾക്കുമില്ല. അന്നഹു ബശറുൻ, പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പൂർണ്ണ മനുഷ്യനാണ് എന്ന് പറഞ്ഞങ്ങ് നിർത്തിയപ്പോ രണ്ടാമത്തെ വരി അവിടുത്തെ കൽബിൽ വരുന്നില്ല.
അതിനോട് ചേർന്നുള്ള വരി എന്താണ് എഴുതുന്നത് കിട്ടുന്നില്ല, എത്ര ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല. അതേ മഹാനായ ഇമാം ബൂസൂരി തങ്ങളൊന്ന് കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉറക്കിൽ സ്വപ്നത്തിൽ വന്നിട്ട് രണ്ടാമത്തെ വരി പറഞ്ഞു കൊടുക്കുന്നു. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, വ അന്നഹു തീർച്ചയായും പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറു ഖൽഖില്ലാഹി അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ഖൈറായവരാണ്, ഏറ്റവും അത്യുത്കൃഷ്ടരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്. കുല്ലിഹിമി സർവ പടപ്പുകളിലും വെച്ച്. ഇതാരാ പറഞ്ഞു കൊടുത്തത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു. ഇമാം ബൂസൂരി തങ്ങൾ അത് ഖസീദത്തുൽ ബുർദയിൽ എഴുതി ആ വരി അവിടെ പൂർത്തിയാക്കി. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഖൈറു ഖൽഖില്ല, സർവ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ബിദ്അത്തിന്റെ പൊട്ടക്കണ്ണന്മാരായ ആളുകൾ, കാത് കേൾക്കാത്ത, ചിന്താശേഷി മൊരടിച്ചു പോയ ആളുകൾ, ഫീ ഖുലൂബിഹിം മറളുൻ, ഖൽബിൽ രോഗം ബാധിച്ച ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവർക്ക് ഇതൊന്നും ദഹിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് പറയുന്നത് അവർക്ക് ദഹിക്കുകയില്ല. അവർ പറയുന്നത് എന്താണ്? മുഹമ്മദ് നബി സാധാരണ കേവലം ഒരു അറബി പയ്യൻ. ഇതാണ് അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മൗലിദ് ഓതാൻ അവരുടെ ഖൽബ് അനുവദിക്കാത്തത്. അതുകൊണ്ടാണ് നബിദിനം അവർക്ക് ആഘോഷിക്കാൻ തോന്നാത്തത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവരുടെ ശർറുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖൈറു ഖൽഖില്ല, അല്ലാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്. അപ്പോ ചിലർക്ക് സംശയം വരും, അപ്പൊ അത് ആ പറച്ചല് അങ്ങ് അള്ളാഹുവിനെക്കാട്ടിലും മേലെയായി പോയി എന്ന് തോന്നുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇമാമുൽ ആദം തങ്ങൾ തുടങ്ങുന്നത് തന്നെ വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന ആ വ്യക്തി അള്ളാഹുവിനേക്കാൾ മേലെയാണോ അള്ളാഹുവിനേക്കാൾ താഴെയാണോ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായിരുന്നാലും ആ ഒരു വരി വല്ലാണ്ട് ചിന്തിക്കേണ്ടുന്ന വരിയാണ്. അല്ലാഹു തആല നമുക്ക് നന്നായി ചിന്തിക്കാനും പഠിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രണയം, ആ പ്രണയം ശരിയായ പ്രണയമാകണം, യഥാർത്ഥ പ്രേമമാകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞ ആ ഹദീസ്, അത് നമ്മൾക്കുള്ളതിനേക്കാൾ ഭർത്താവ്, ഭാര്യ, മക്കള്, മാതാപിതാക്കൾ, നമുക്ക് എന്തൊക്കെ ഈ ദുനിയാവിലുണ്ടോ അതിനെ ഒന്നുമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് ആരെ സ്നേഹിക്കണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്കും സ്നേഹിച്ചവർ ആരാണ്? സ്വഹാബത്താണ്. ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും ഇടപെടലിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ അബൂ സുഫിയാൻ പറഞ്ഞുവത്രേ, എന്താണ്? മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കമാ യുഹിബ്ബു അസ്ഹാബ മുഹമ്മദിൻ മുഹമ്മദാ. മാ റഅയ്തു അഹദൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെയും കണ്ടിട്ടില്ല, യുഹിബ്ബു അഹദൻ, ഒരാളെയും സ്നേഹിക്കുന്നതായി കണ്ടിട്ടില്ല. ഏതുപോലെ? കമാ യുഹിബ്ബു അസ്ഹാബ മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്
മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അബൂ സുഫിയാൻ പറയുകയാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ആ ഒരു സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നാം സ്വഹാബത്തിലേക്ക് ഇറങ്ങണം, സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ആ സ്വഹാബത്തിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതം നാം നന്നായി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും നമുക്ക് ചിന്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ അടുത്തൊരാൾ ചോദിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് വെച്ചാൽ അങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയോ? നബി തങ്ങളെ സ്നേഹിച്ചാൽ മാത്രം മതിയോ സ്വർഗത്തിൽ പോകാൻ എന്നൊരാൾ ചോദിച്ചു. ഞാൻ ഇന്നൊരു ഹദീസ് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു, ഒരാള് എന്താണ് സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലാണ്. അദ്ദേഹം ഒരു വഖത്ത് പോലും നിസ്കരിച്ചിട്ടില്ല, ഒരു റക്അത്ത് പോലും ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം സാബിത്ത് എന്നാണ് ആ സഹാബിയുടെ പേര്, സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നു, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഉഹുദിന്റെ രണാങ്കണം വിളിക്കപ്പെട്ടു, ആളുകളൊക്കെ ഉഹുദിലേക്ക് സഹാബത്തൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഈ മനുഷ്യൻ വീട്ടുകാരി തന്റെ ഭാര്യയോട് മക്കളോട് പറഞ്ഞു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പോയി ശത്രുക്കളോട് പടപൊരുതി. അപ്പോ സഹാബത്ത് ചോദിച്ചു, നിങ്ങൾ ഈ യുദ്ധത്തിന് വന്നത്, ഉഹുദിൽ വന്നത് നിങ്ങളുടെ കുടുംബക്കാരായ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളായ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അതോ ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടുവന്നതാണോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമായിട്ടുണ്ട് എന്ന് പറയുകയും ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ്, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഇറങ്ങി വന്നു, സ്വർഗത്തിലായി അല്ലേ? അപ്പൊ മഹബത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് അത് ചില ബിദ്അത്തിന്റെ ആളുകളുടെ അമ്പുകളാണ്. അവർ എയ്തു വിടുന്ന ചില അമ്പുകളാണ്. ചില സാധുക്കളായ ആളുകൾ അങ്ങനെ ചോദിക്കും. അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടും എവിടെ കടക്കാൻ കഴിയും? സ്വർഗത്തിൽ കടക്കാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വേഗം ഒന്ന് വായിച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നബിയെ, മത്തസ്സാഅത്തു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് നബിയെ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ എന്താണ് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, വമാ അഅദത്ത ലഹ, എന്താണ് നീ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഖിയാമത്ത് നാൾ എന്താണെന്ന് അറിയാൻ വലിയ ആകാംക്ഷയാണല്ലോ. എന്നാൽ ഖിയാമത്ത് നാൾ സംഭവിച്ച് ആ മഹ്ശറയിലേക്ക്, ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, കാല ലാ ശൈ, ഒന്നും തന്നെ ഇല്ല നബിയെ, എൻ്റെ കയ്യിൽ ഇല്ല. എങ്കിലും ഇന്നി, ഞാൻ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് നബിയെ. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ആ ഒരു മഹബത്ത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ നബിയെ. ഫഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു, വ അന്ത മഅമൻ അഹ്ബബ്ത, എന്നാൽ നീ നാളെ, ഇന്ന് ആരെയാണോ നീ പ്രിയം വെച്ചത് ആ പ്രിയം വെച്ച ആളുകളുടെ കൂടെയായിരിക്കും നിനക്കുള്ള സ്ഥാനം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോ ആ മനുഷ്യൻ ആരെയാണ് സ്നേഹിച്ചത്? അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അപ്പൊ നാളെ എവിടെയായിരിക്കും? അള്ളാഹുവും റസൂലും എവിടെയാണോ അവിടെയായിരിക്കും ഈ മനുഷ്യന്റെ സ്ഥാനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടു നിന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹന, ഞങ്ങൾക്കൊരു സന്തോഷം, ഇതുപോലത്തെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബിശൈഇൻ,
ഫറഹനാ ബി ഖൗലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞ ഈ വാചകം കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായൊരു സന്തോഷം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സന്തോഷമാണ് ഈ ഉണ്ടായത്. എന്താണ് കാരണം? സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ നിനക്കുള്ള സ്ഥാനം എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ? അത് കേട്ടിട്ടാണ്. എന്തേ കാരണം? ഫഅന ഉഹിബ്ബുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പൊന്നാര മുത്തുനബിയെ വല്ലാണ്ട് മഹബ്ബത്ത് വെക്കുന്നുണ്ട്. അബൂബക്കറിൻ വ ഉമറ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും ഞാൻ മഹബ്ബത്ത് വെക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വ അർജു, ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അകൂന മഅഹും, അവരുടെ കൂടെ ഞാൻ നാളെ കൂടാൻ വേണ്ടിയിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, പൊന്നാര മുത്തുനബി, ഉമർ തങ്ങള്, ഇവരൊക്കെ നാളെ എവിടെയാണ്? അവരുടെ കൂടെ നാളെ എനിക്കും കൂടാമല്ലോ. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള എൻ്റെ പ്രണയം കാരണത്താൽ, അവരോടുള്ള എൻ്റെ സ്നേഹം കാരണത്താൽ, വ ഇല്ലം അഅമലു ബിമിസ്ലി അഅമാലിഹിം, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ വേണ്ട, പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെയ്തതുപോലത്തെ ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്നാലും അവരോടുള്ള ഈ പ്രണയം കാരണം, മഹബ്ബത്ത് കാരണം നാളെ അവർ കടക്കുന്ന സ്വർഗത്തിൽ എനിക്കും കടക്കാൻ കഴിയുമല്ലോ. ഇതാണ് എനിക്കുണ്ടായ സന്തോഷം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ വിശുദ്ധ റബീഉൽ അവ്വലിൽ ഖസീദത്തുൻ നുഅ്മാനിയ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഖൽബിനോട് സ്വന്തമായിട്ടൊന്ന് ചോദിക്കണം, എനിക്ക് പൊന്നാര മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ശരിയായ മഹബ്ബത്താണോ, സ്നേഹമാണോ? ആ രൂപത്തിൽ ശരിയായ സ്നേഹമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ വല്ലാഹി, റബ്ബിനെ തന്നെയാണ് സത്യം, മുത്തുനബിയെ, യാ ഖൈറൽ ഖലായിഖി, സൃഷ്ടികളിൽ വെച്ച്, സർവ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ പൊന്നാര മുത്തുനബിയെ, ഇന്നലി ഖൽബൻ മശൂഖൻ, നല്ല ഇഷ്ക് നിറഞ്ഞ ഒരു ഹൃദയവുമായിട്ടാണ്, ഒരു ഖൽബുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലാ യറൂമു സിവാക, തങ്ങളെയല്ലാതെ ഈ മദീനത്തേക്ക് ഞാൻ വന്നത്, റൗളയിലേക്ക് ഞാൻ വന്നത് തങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ്. എങ്ങനെയാണ് വന്നത്? ഖൽബ് നിറയെ ഇഷ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മഹാനായ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കും ഖൽബ് നിറയെ ഇഷ്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ രണ്ടാമത്തെ വരി പറയാൻ ഇന്നിപ്പോൾ കഴിയില്ല, സമയം ഒരുപാടായതുകൊണ്ട് അതുകൊണ്ട് നാളത്തേക്ക് മാറ്റുകയാണ്. വബിഹഖി ജാഹിക ഇന്നനി ലക മുഗ്റമുൻ വല്ലാഹു യഅലമു അന്നനി അഹ്വാക എന്ന് തുടങ്ങുന്ന ആ വളരെ ഭക്തിയുള്ള വല്ലാത്ത ഒരു വരിയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൽബിൽ ശരിയായ പ്രവാചക പ്രണയം, പ്രവാചക പ്രേമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു തആല ഏറ്റി നൽകി